പത്തനംതിട്ട ഗവി മീനാറിൽ യുവതിയുടെ മൃതദേഹം വനത്തിനുള്ളിൽ കണ്ടെത്തിയത് ബലാത്സംഗ കൊലയെന്ന് സ്ഥിരീകരണം. അംഗനവാടി ജീവനക്കാരിയായ 32 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത്. പ്രതി വണ്ടിപ്പെരിയാർ സ്വദേശി വിനോദ് കുറ്റം സമ്മതിച്ചു. ദിവസവും വനപാതയിലൂടെ 4 മണിക്കൂർ നടന്ന് ജോലിക്ക് പോകുന്ന യുവതിയാണ് കൊടും ക്രൂരതയ്ക്ക് ഇരയായത്. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നു. ശശിനാരായണൻ, ഈ ഒരു കൊലപാതകത്തിൽ ഇയാൾ മാത്രമാണോ കുറ്റവാളി, അല്ലെങ്കിൽ ഈ ഒരു കൊലപാതകത്തിൽ മറ്റുള്ളവർ കൂടി അറസ്റ്റിലാവാനുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? എന്തായാലും പ്രതിയെന്ന് സംശയിക്കുന്ന ആളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. ചിറ്റാർ സ്വദേശിയായ വിനോദ് കുമാറാണ് പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് ഇത്തരമൊരു വാർത്ത പുറത്തു വരുന്നത്. കാരണം ഗവി എന്ന് പറയുന്ന വനാന്തര മേഖലയാണ്. അവിടെ ഗവിയില് മൂഴിയാർ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലുള്ള ഗവിയിൽ മീനാറിലാണ് ഈ അംഗൻവാടി ജീവനക്കാരിയായ യുവതിയെ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത്. പ്രദേശവാസികൾ മൂഴിയാർ പോലീസ് സ്റ്റേഷനെ അറിയിച്ചാണ് പോലീസ് ചെയ്യുന്നതിന് ശേഷമാണ് ഇത് ബലാത്സംഗ കേസാണെന്നുള്ള പോലീസ് സ്ഥിരീകരണത്തിൽ. എന്തായാലും ഒരു വിവസ്ത്രമായ രീതിയിൽ വസ്ത്രങ്ങളൊന്നും മൃതദേഹത്തിൽ ഇല്ലാത്ത രീതിയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത്. തുടർന്ന് പോലീസ് നടത്തിയ ഒരു അന്വേഷണത്തിന് അവിടെ ആരൊക്കെ വന്നുപോയി എന്നൊരു അന്വേഷണത്തിനാണ് ഈ പ്രതിയെ സംശയിക്കുന്ന വിനോദ് കുമാറിനെ വണ്ടിപ്പെരിയാർ പോലീസ് കസ്റ്റഡിയെടുക്കുന്നത്. വണ്ടിപ്പെരിയാറിൽ ഈ വിനോദ് കുമാർ ബസ്സിൽ പോകുമ്പോഴാണ് കസ്റ്റഡിയെടുക്കുന്നത്. ആ സമയത്ത് എന്തായാലും ചോദ്യം ചെയ്യുകയായിരുന്നു. പിന്നീട് മൂഴിയാർ പോലീസും വണ്ടിപ്പെരിയാർ പോലീസും സംയുക്തമായി ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിക്കുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ അംഗൻവാടി ജീവനക്കാരിയായ വനത്തിൽ കൂടിയാണ്. അത് ഗവി വനമേഖലയാണ്. കാരണം 4 കിലോമീറ്റർ നടന്നാണ് അംഗൻവാടിയിലെത്തുന്നത്. ആ രാവിലെ വന്ന സമയത്താണ് ഇത്തരം കൃത്യം ചെയ്തത് പ്രതി സമ്മതിച്ചിട്ടുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നു. എന്തായാലും പത്തനംതിട്ട എസ് പി അടക്കം വണ്ടിപ്പെരിയാറിന് ശേഷം പ്രതിയെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരാൻ സാധ്യത. നിലവിൽ ഈ കാട്ടിൽ 150 കിലോമീറ്റർ വനത്തിനുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പത്തനംതിട്ട ജനറൽ ആശുപത്രി കൊണ്ടുവേണം പോസ്റ്റ്മോർട്ടം നടത്താൻ. അത്തരം നടപടി കൂടി ഇതിൽ ഉണ്ടാവണം. ഈ അറസ്റ്റിലായിരിക്കുന്ന പ്രതി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. നേരത്തെയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. കാരണം ഈ മൂഴിയാർ പ്രദേശത്ത് ഈ പ്രതി വന്നും പോയി നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ കൃത്യമായ ഒരു സംശയമുണ്ടായിരുന്നു ഇയാളാണെന്നുള്ളത്. അതുകൊണ്ടാണ് പോലീസിലേക്ക് വിവരം അറിയിക്കുകയും പിന്നീട് ബസ്സിൽ കയറി വണ്ടിപ്പെരിയാർ ഇറങ്ങുമ്പോഴത്തേക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. നിലവിൽ ഈ പ്രതിക്കൊപ്പം ഒരു പെൺകുട്ടിയുമുണ്ട്. അതായത് ഈ പ്രതിയുടെ സഹോദരിയുടെ മകളാണെന്നാണ് നിലവിൽ അറിയുന്നത്. എന്തായാലും വിശദമായ ഒരു ചോദ്യം ചെയ്യലിൽ മാത്രമേ കൃത്യമായ എന്താണ് ഇതിന് കാരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാൻ കഴിയുള്ളൂ. സാരംഗം ശശിനാരായണൻ, ഈ വളരെ പെട്ടെന്ന് തന്നെയാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. അതിൽ നാട്ടുകാരുടെ സഹായം കൂടി ലഭിച്ചിരുന്നു എന്ന കാര്യം വ്യക്തമാണ്. പക്ഷേ ഈ 4 കിലോമീറ്റർ നടന്നു പോകുന്ന ഒരു യുവതിയാണ്. അപ്പോൾ ഇവരുമായി മുൻപ് എന്തെങ്കിലും ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഈ സമാന പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? സാറേ, ഇത് വനപ്രദേശമാണ്. കാരണം പത്തനംതിട്ട 100 കിലോമീറ്റർ ഉള്ളിലാണ് ഗവിയിലെ മീനാർ എന്ന് പറയുന്നത് ഈ ചെറിയ ഗ്രാമപ്രദേശം പോലെ ചില വനത്തിനുള്ളിലെ പ്രദേശമാണ്. അവിടുന്ന് ഉള്ളിലോട്ട് കയറുന്ന ചെറിയൊരു സ്ഥലത്താണ് മീനാർ. ആ മീനാർ എന്ന് പറയുന്നത് വനത്തോട് ചേർന്ന മേഖലയാണ്. അവിടുത്തെ അംഗൻവാടിയിലെ ജീവനക്കാരി 32 വയസ്സുള്ള യുവതിയാണ് കൊല്ലപ്പെട്ടത്. എന്തായാലും അവിടെ സ്ഥിരമായി ഇത്തരം ക്രിമിനൽ കേസിൽ ഇടപെടുന്ന വ്യക്തിയാണ് വിനോദ് കുമാർ എന്നാണ് നമുക്ക് നാട്ടുകാരിൽ നിന്നും പോലീസിൽ നിന്നും അറിയുന്ന വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള സ്വന്തം മകനെ തറയിൽ അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചൊരു കേസിലെ പ്രതിയാണ് ഈ പിടിയിലായിരിക്കുന്ന വിനോദ് കുമാർ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹമായിരിക്കാം ഇതിന് പിന്നിൽ, ഈ പ്രതി വിനോദ് കുമാർ ആയിരിക്കാം ഇതിന് പിന്നിലെന്ന് നാട്ടുകാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വണ്ടിപ്പെരിയാർ പോലീസ് ഇന്ന് രാവിലെ ബസ്സിലെത്തിയ ഈ വിനോദ് കുമാറിന്റെ കസ്റ്റഡിയിൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലാണ് പ്രതി കുറ്റം സമ്മതിക്കുകയും ഈ കൊലപാതകം നടത്തിയ വിവരം പോലീസിനോട് കൈമാറുകയും ചെയ്തു. എന്തായാലും വനത്തിലൂടെ 4 കിലോമീറ്റർ നടന്ന് അംഗൻവാടിയിൽ വന്ന് ജോലിയെടുക്കുന്ന ഒരു യുവതിയാണ്. എന്തായാലും 32 വയസ്സ് മാത്രമാണ് ഇത്തരത്തിൽ ഈ പ്രതിയുടെ ആക്രമണത്തിൽ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി മരണപ്പെടാൻ കാരണം. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യണം. ഇനി ആരെങ്കിലും ഈ പ്രതിയോടൊപ്പം ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ചോദ്യം ചെയ്തു വരികയാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പ്രതിക്കൊപ്പം പ്രതിയുടെ സഹോദരിയുടെ മകളും ഈ ബസ്സിലുണ്ടായിരുന്നു എന്നുള്ളതാണ് നൽകുന്ന വിവരം. അവിടെ നിന്ന് അറിയാൻ പോലീസിൽ നിന്നും അറിയുന്ന വിവരം വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന കാര്യം കൃത്യമായി അറിയാൻ കഴിയുള്ളൂ. നിലവിൽ പല ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതിയാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളാണ് ഈ പ്രതി. പ്രദേശവാസികളും അത്തരത്തിലാണ്. നേരത്തെയും പല ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടുള്ള വ്യക്തി കൂടിയാണ്. വന്നു പോകുന്ന മൂഴിയാറിൽ ഈ ഗവി അടക്കമുള്ള പ്രദേശങ്ങളിൽ വന്നു പോകുന്ന വനവിഭവങ്ങളൊക്കെ ശേഖരിച്ച് വിൽക്കാൻ വന്നു പോകുന്ന കൂട്ടത്തിൽപ്പെട്ട ആളാണ് വിനോദ് കുമാർ എന്ന പ്രതി എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും പത്തനംതിട്ട എസ് പി വണ്ടിപ്പെരിയാറിൽ എത്തിയതിനു ശേഷം പ്രതിയെ കസ്റ്റഡി വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനുള്ള നടപടിയിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. എന്തായാലും മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രി കൊണ്ടത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ നമുക്ക് കൃത്യമായി അറിയാൻ കഴിയുള്ളൂ. സാരംഗ് ഈ ശശിനാരായണനാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. പ്രതിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.